മുടി നല്ല ഉള്ളോടുകൂടി വളരാനായിട്ടും അതേപോലെ മുടിയിലെ താരന് ചൊറിച്ചിൽ സ്പ്ലിറ്റൻസ് ഒക്കെ മാറ്റിയിട്ട് മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ടും മുടി കൊഴിച്ചിൽ മാറാനായിട്ടും പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ഹെയർ ടോണറാണ് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഒരു തവണ ഉപയോഗിക്കുമ്പം തന്നെ നല്ല ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ, താരന്, അതേപോലെ തന്നെ എത്ര പാക്കുകളും എത്ര ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ടും മുടി ഒട്ടും നീളം വെക്കുന്നില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ ടോണറിൻ്റെ വീഡിയോ ആണിത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ ടോണറാണ്. എൻ്റെ മുടി ഇത്രയും ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ ഇതുപോലെ തിക്കായിട്ട് വളരാനായിട്ടും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു ഹെയർ ടോണറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോണർ നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. അതേപോലെ ഒരു 7 ഡേയ്സിന് വേണ്ടിയിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്ത് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും ഒന്നും നമുക്ക് എപ്പോഴും പാക്ക് യൂസ് ചെയ്യാനായിട്ട് സമയം കിട്ടണമെന്നില്ല. പാക്ക് യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കും സമയമില്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ ടോണറാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ടോണർ. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മുടെ മോർണിംഗ് ഹെയർ കെയറിൻ്റെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ ടോണറാണ്. ഈ ഒരു ഹെയർ ടോണർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ മുടിയൊക്കെ നന്നായിട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഹെയർ ടോണർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ഡെയിലി ഒരു 3 തവണയൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് തയ്യാറാക്കുമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് സവോളയുടെ തോലാണ് കേട്ടോ. ഞാനൊരു 3 സവോളയുടെ തോലാണ് എടുത്തിരിക്കുന്നത്. തോലെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു സവോള തോല മുടി നന്നായിട്ട് വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ താരന് സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം ഞാൻ സവോള തോല് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വേറൊരു പാനിലേക്ക് ഈ ഒരു തോല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്ന ഉലുവയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഉലുവ നമ്മുടെ മുടി നന്നായിട്ട് തിക്കായിട്ട് വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ടും താരൻ മാറ്റാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം ഞാൻ 1 സ്പൂൺ ഉലുവയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില എടുക്കുമ്പോൾ 2 തണ്ട് കറിവേപ്പില എടുത്താൽ മതി. അപ്പം നമ്മൾ അതിൻ്റെ ലീഫ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കറിവേപ്പില നമ്മുടെ മുടിക്ക് നല്ലൊരു കളർ കൊടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ മാറാനായിട്ടും താരൻ മാറാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ടോണർ നമുക്ക് ഡെയിലി ഒരു 3 തവണയൊക്കെ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതേപോലെ ഹെയർ പാക്കൊക്കെ പറ്റാത്ത ആൾക്കാർക്ക് ഹെയർ ടോണർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു വെള്ളം മാത്രം മതി നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിതൊരു 2 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അതിന് ശേഷം വേണം നമ്മളിത് ഹെയർ ടോണർ തയ്യാറാക്കാനായിട്ട്. അപ്പം ഞാനിത് ഇതുപോലെ ഒരു മൂടപാത്രം യൂസ് ചെയ്തിട്ട് മൂടി ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുവാണ്. അപ്പോൾ ഇത് 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ആ ഒരു 2 കപ്പ് 1.5 കപ്പ് വെള്ളം ആകുന്നിടം വരെ നമ്മളിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പം ഞാനിത് ഫ്ലെയിം ഓൺ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓൺ ചെയ്തതിന് ശേഷം ഇത് തിളപ്പിക്കാനായിട്ട് പോവുകയാണ്. തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം കുറച്ച് നേരം കൂടെ വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് അതൊന്നും വറ്റി കിട്ടത്തുള്ളൂ കേട്ടോ. അതിന് ശേഷം വേണം നമ്മളിത് സ്റ്റൗ ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതേപടി തന്നെ നമ്മളൊന്ന് തണുക്കാനായിട്ട് വെക്കണം. ഈ ഒരു വെള്ളം അതിലുള്ള ആ ഒരു കറിവേപ്പിലയും ഉലുവയും സവോളയുടെ തോലും കൂടെ അതിൽ തന്നെ കിടന്ന് തണുത്തതിന് ശേഷം വേണം നമ്മളിത് അരിച്ചെടുക്കാനായിട്ട്. ഇതേപോലെയുള്ള അരിപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടോ നമുക്കിത് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ബോട്ടിൽ ഇല്ലെങ്കിലും നമുക്കിത് കൈവച്ച് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ.
അപ്പം ഞാനിത് ഹെയർ ടോണർ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് നമ്മൾ ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 7 ഡേയ്സിന് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് വരുന്ന അടിപൊളി ഒരു ടോണറാണ് കേട്ടോ. നമ്മുടെ ഹെയർ നല്ല തിക്കായിട്ട് വളരാനായിട്ടും ലോങ് ഹെയർ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ സ്കാൽപ്പിലെ താരന്, അതേപോലെ ചൊറിച്ചിൽ ഇതൊക്കെ മാറ്റിയിട്ട് ഹെയർ നന്നായിട്ട് ഉള്ളോടുകൂടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുടി നന്നായിട്ട് ഈരി നല്ല കെട്ടൊക്കെ കളയണം കേട്ടോ. ചിലർക്കൊക്കെ ഒരുപാട് തണുപ്പൊന്നും അടിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലേ. ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റൊക്കെ വെക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ഒരു ടോണറാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പനിയോ ജലദോഷമോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ജലദോഷവും ചുമയും പനിയും ഒക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ സൈഡുകളിൽ മാത്രം അപ്ലൈ ചെയ്യുക. അതിനുശേഷം ബാക്കിൽ അപ്ലൈ ചെയ്യുക. മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ബാക്കിൽ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. കറക്റ്റ് ആ സെൻറ്ററിൽ കൊണ്ട് അപ്ലൈ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പം കുറച്ചൊക്കെ വ്യത്യാസം വരും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഹെയറിൻ്റെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും കുറേ ആൾക്കാർ കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെ വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജലദോഷം വരില്ലേ എന്ന്. പക്ഷേ നമ്മൾ ഒറ്റത്തവണ യൂസ് ചെയ്ത് നോക്കുക. ജലദോഷമൊക്കെ പെട്ടെന്ന് വരുന്നവർ ആ ഒരു കറക്റ്റ് സെൻറ്ററിൽ ഒന്നും തേക്കാതെ ബാക്കിൽ തേക്കുക, സൈഡുകളിൽ തേച്ച് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. അത്രയും മതി. ചെയ്തൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹെയർ ടോണറാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ്. ഡെയിലി ഒരു 3 ടൈംസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ മോർണിംഗ് ഹെയർ കെയറിനോടൊപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ ടോണറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.